സത്യസന്ധതയുടെ പ്രതിരൂപമായ ഒരു പെൺകുട്ടി. കൊല്ലം കടക്കൽ സ്വദേശിനിയായ 5ാം ക്ലാസ്സുകാരിയായ കൃപ മനോജിന്റെ നല്ല പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മാതൃകയാണ്. റോഡരികിൽ നിന്ന് കിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരിച്ചു നൽകിയ ആ കൊച്ചുമിടുക്കി ആദ്യം പരിചയപ്പെടാം. എനിക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആരുടെയെങ്കിലും സാധനം കിട്ടിയാൽ അതിൻ്റെ ഉടമയെ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചിട്ട് അതിൻ്റെ ഉടമസ്ഥന് കൊടുത്തത്. അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ സ്വർണ്ണത്തിൻ്റെ പോസ്റ്റൊക്കെ കണ്ട് നമ്മളെപ്പോഴും അവിടെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയത്. സമീപത്തെ കടയിലേക്ക് പോയതായിരുന്നു കൃപ. വഴിയരികിൽ ഒരു സ്വർണ്ണവള കിടക്കുന്നത് കണ്ടു. ആരുടെയോ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതാകാമിതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പരിശോധിച്ചപ്പോൾ സമീപത്തെ പണമിടപാട് സ്ഥാപനത്തിന്റെ പേര് കണ്ടു. ആ വളയുമായി പണമിടപാട് സ്ഥാപനത്തിലെത്തി. ഉടമ ബൈജുവിനെ വള കാട്ടിക്കൊടുത്തു. എൻ്റെ ശ്രദ്ധ പോലെ എൻ്റെ കയ്യിൽ വീണു. ഞാൻ ശ്രദ്ധിച്ചതുമില്ല. പക്ഷെ അപ്പോഴത്തെ മോൾ ആ സെക്കൻഡ് തന്നെ വന്നപ്പോൾ തന്ന് അപ്പുറത്തൊക്കെ ആൾ നിൽക്കൊണ്ടായിരുന്നു. പക്ഷെ മോളായതുകൊണ്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടുന്നതല്ല. എന്തായാലും 2.5 പവൻ തൂക്കം വരുന്ന വള തിരികെ ലഭിച്ചതോടെ ബൈജുവിന് സന്തോഷമായി. കൃപയുടെ സത്യസന്ധത അറിഞ്ഞ് സ്കൂൾ അധികൃതരും നാട്ടുകാരുമെല്ലാം അനുമോദനങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകി. ഞങ്ങളുടെ കൂടെ അവള് ഒത്തിരി തവണ വന്നിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ. അപ്പോൾ അവൾക്ക് മനസ്സിലായത് അവിടെ നിന്ന് നഷ്ടപ്പെട്ടതാണെന്ന്. അപ്പോൾ അവിടെ തന്നെ തിരികെ ഏൽപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റുള്ള കുട്ടികൾക്ക് നല്ലൊരു പ്രചോദനം അവൾ അതിലൂടെ കൊടുത്തതിലും മാതൃകയായാലും വളരെ സന്തോഷം.